നാർസിസിസ്റ്റിക് ആയിട്ടുള്ള റിലേറ്റീവ്സിനെയും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ഡൗട്ട് ചോദിച്ചിട്ട് ഒരു ക്വറി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നാർസിസിസം എന്ന് പറയുന്ന വേർഡ് വളരെ ലൂസ്ലി യൂസ്ഡ് ആയതുകൊണ്ട് ഈ വേർഡ് കൊണ്ട് ശരിക്കും നമ്മുടെ ബുദ്ധിമുട്ടോ നമ്മുടെ പേഴ്സണൽ ഫാക്ടർ കൊണ്ടോ അല്ല നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്, അവരുടെ പ്രശ്നം കൊണ്ടാണെന്ന് മനസ്സിലാക്കാനാണ് ഈ നാർസിസിസ്റ്റിക് ബിഹേവിയർ. സ്വന്തം അമ്മ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ് ഉണ്ടായിട്ട് എത്രയോ ലൈഫിൽ വരുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടാവണം. ഇതൊരു വിഷയം. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മുടെ വീട്ടിൽ വന്ന് സംസാരിച്ച് പോകുമ്പോൾ കൂടോത്രം ചെയ്തു എന്നൊന്നുമല്ല, നമുക്കൊരു സമാധാനവും നമുക്കൊരു സ്വസ്ഥതയില്ല അവരുടെ കോൺവെർസേഷൻ. പിന്നെ അവരെപ്പോഴും അവരുടെ കൺസേൺസ്, അവരുടെ പ്രോബ്ലംസ് വളരെ ഗ്രാൻഡിയോസ് ആയിട്ട് വാക്കെന്താണ് വിഷയങ്ങളും ക്ലിനിക്കൽ അവയർനെസ്സും അറിയുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾക്ക് ഈ പേജ് സമീപിക്കാം. ഫ്രീ ആയിട്ട് പല പല കാര്യങ്ങളും പല പല ഇൻഫർമേഷനും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നേടാം. ബേസിക് ആയിട്ടുള്ള സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എന്ത് വേണമെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും സാധാരണ ആളുകൾക്കാണെങ്കിലും ഈ പേജ് അപ്രോച്ച് ചെയ്യാം. ഡോക്ടർ ഗായത്രി മേനൻ, ഡോക്ടർ ഗായത്രി. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള റിലേറ്റീവ്സിനെയും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ഡൗട്ട് ചോദിച്ചിട്ട് ഒരു ക്വറി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നാർസിസിസം എന്ന് പറയുന്ന വേർഡ് വളരെ ലൂസ്ലി യൂസ്ഡ് ആയതുകൊണ്ട് ഈ വേർഡ് കൊണ്ട് ശരിക്കും നമുക്കുണ്ടാവുന്ന പ്രയോജനം എന്താണ് എന്നും ആണ് ആ വ്യക്തിയുടെ ചോദ്യത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞു കൊടുക്കല്ലേടോ, ഒച്ച ഉണ്ടാക്കല്ലേ, എൻ്റെ കിളികളാണ് കേട്ടോ. അപ്പോൾ നാർസിസിസം എന്നുള്ള വാക്ക് നമ്മൾ ക്ലിനിഷ്യൻസ് തമ്മിൽ, ഡോക്ടേഴ്സ് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു ഡയഗ്നോസിസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പലതരം ഡിപ്രഷൻ, ആങ്സൈറ്റി, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ തുടങ്ങിയ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരാൾ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഒരു ക്ലിനിക്കൽ കൺസേൺ ആയിക്കോട്ടെ, ഒരു ഫാമിലി പ്രോബ്ലം ആയിക്കോട്ടെ, ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിക്കോട്ടെ, ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും ചില വാക്കുകളുടെ ആവശ്യമുണ്ട്. ആ വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു, അതായത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാനല്ല, ഡോക്ടേഴ്സ് അല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ഒരു വാക്കാണ് ഈ നാർസിസിസം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നിങ്ങൾക്ക് ഒരാളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഒപ്പം വളരണം, അവരും നമ്മുടെ കൂടെ വളരണം. ഫിനാൻഷ്യലുള്ള വളർച്ചയല്ല, അതായത് നമ്മൾ പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം, നമുക്ക് ഇൻട്രാക്ഷനിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം. ഒരാൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ടാവണം. ഇതൊരു വിഷയം. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മുടെ വീട്ടിൽ വന്ന് സംസാരിച്ച് പോകുമ്പോൾ കൂടോത്രം ചെയ്തു എന്നൊന്നുമല്ല, നമുക്കൊരു സമാധാനവും നമുക്കൊരു സ്വസ്ഥതയില്ല അവരുടെ കോൺവെർസേഷൻ. പിന്നെ അവരെപ്പോഴും അവരുടെ കൺസേൺസ്, അവരുടെ പ്രോബ്ലംസ് വളരെ ഗ്രാൻഡിയോസ് ആയിട്ട്, വാക്കെന്താണ് ഗ്രാൻഡിയോസ്, വളരെ ഗ്രാൻഡിയോസ് ആയിട്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക, അവർ സെൽഫ് റിഫ്ലക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതൊരു നാർസിസിസ്റ്റിക് ബിഹേവിയറാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പ്രസവിച്ച് കിടക്കുകയാണെന്ന് വെച്ചോളൂ. നിങ്ങൾ പ്രസവിച്ച് കിടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് അയ്യോ ഈ കുട്ടി ഇങ്ങനെ എന്താ കറുത്തിരിക്കണേ, എൻ്റെ മോള് പ്രസവിച്ചപ്പോഴത്തേക്ക് നല്ല വെളുത്തിരിക്കുകയായിരുന്നു. അതൊരു നാർസിസിസ്റ്റിക് ടെൻഡൻസിയാണ്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് നാർസിസിസ്റ്റിക് ബിഹേവിയർ ഉണ്ടാവണമെന്നില്ല. ഇനി വേറൊരാൾ വന്നിട്ട് നിങ്ങളുടെ മകൻ്റെ മരുമകൾ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, ജോലിയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, എന്താണ് അത് ചെയ്യുന്നത്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെ താഴ്ത്തി കെട്ടിയിട്ട് അവരുടെ പോർഷൻസ് മികച്ചതായിട്ട് പറയാം. ആ ഒരു മികച്ച ഒരു ഇതും ഒരു ഗ്യാസ് ലൈറ്റിംഗ് ടെൻഡൻസി എന്ന് നമുക്ക് പറയും. പിന്നെ മകൻ പുതിയതായിട്ട് കല്യാണം കഴിച്ചു, അപ്പോൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ പുറത്തു പോകണത്, എപ്പോഴും പുറത്തു പോകണതൊക്കെ ഭയങ്കര ചിലവാട്ടോ എന്ന് പറയുന്നത് ഒരു നാർസിസിസ്റ്റിക് ടെൻഡൻസിയാണ്. ഇനി തിരിച്ച് മരുമകളായിക്കോട്ടെ, എന്തിനാ അമ്മയ്ക്കും അച്ഛനും എന്നും ചിലവിന് എക്സ്പെൻസ് ഒക്കെ കൊടുക്കണേ, അവർക്ക് എന്താ പറയുക, ഏട്ടൻ നോക്കില്ലേ, ചേച്ചി നോക്കില്ലേ, എന്തിനാ നിങ്ങൾ മാത്രം ചിലവിന് കൊടുക്കണത്, നിങ്ങൾക്ക് അവർക്ക് പൈസ കൊടുത്താലേ സമാധാനം ആവുള്ളൂ, നിങ്ങൾക്ക് ആ പൈസ പൂർണ്ണമായിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നത്. അവനവൻ്റെ സെൽഫിഷ് ആവശ്യങ്ങൾക്ക് ഒരു ഹോൾ പിക്ചർ നോക്കാതെ ആവശ്യങ്ങളെ വളച്ചൊടിച്ച് തിരിച്ച് സ്വന്തം രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം തന്നെ ഒരു തരത്തിലുള്ള നാർസിസിസ്റ്റിക് അബ്യൂസീവ് ബിഹേവിയർ ആണ്, ഒരു അൺഹെൽതി പാറ്റേൺ ഓഫ് ബിഹേവിയർ ആണ്. അത് ഏത് പേഴ്സണാലിറ്റി ട്രേറ്റിൽ വരുന്നു. പുറകിൽ ആളൊച്ച ഉണ്ടാക്കണം, ക്ഷമിക്കണം കേട്ടോ, എൻ്റെ കിളികളാണ്, ഭയങ്കര ശബ്ദമാണ്, കണ്ടില്ലെങ്കിൽ അപ്പം ബഹളം ഉണ്ടാക്കും. അപ്പോൾ ഈ പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസിൻ്റെ ഭാഗമായിട്ട് ഇത്രയും നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പനി വന്നാൽ അറിയാം, ചുമ വന്നാൽ അറിയാം,
കോമൺ കോൾഡ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. പക്ഷെ ഒരു നാർസിസിസ്റ്റിക് ടെൻഡൻസി നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് നമ്മുടെ ബുദ്ധിമുട്ടോ നമ്മുടെ പേഴ്സണൽ ഫാക്ടർ കൊണ്ടല്ല നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്, അവരുടെ പ്രശ്നം കൊണ്ടാണെന്ന് മനസ്സിലാക്കാനാണ് ഈ നാർസിസിസ്റ്റിക് ബിഹേവിയർ. സ്വന്തം അമ്മ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ് ഉണ്ടായിട്ട് എത്രയോ മക്കൾ സഫർ ചെയ്യുന്നു, എത്രയോ കുട്ടികളെ വെറുതെ ഒരു കാര്യമല്ലാണ്ട് ചീത്ത പറയുന്നു, ഗ്രാൻഡ് ചിൽഡ്രൻസിന്റെ മുമ്പിൽ വെച്ച് ചീത്ത പറയുന്നു. അമ്മ വരുന്നു എന്ന് പറയുമ്പോൾ ഹായ് എൻ്റെ അമ്മ വരുന്നു എന്ത് സന്തോഷമാണെന്ന് പറയണതിന് വരെ എൻ്റെ അമ്മ വരുന്നുണ്ട് ഇനി എനിക്ക് സമാധാനം കിട്ടില്ല. ഭർത്താവിൻ്റെ അമ്മയുടെ അടുത്ത് കൂടുതൽ അഫിലിയേഷനുള്ള എത്രയോ ആൾക്കാരുണ്ട്. എല്ലാവരുടെയും ലൈഫ് ഒരുപോലെ അല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നാർസിസിസ്റ്റുകൾക്ക് നമുക്ക് വേറൊരു ഐഡൻറ്റിഫിക്കേഷൻ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരാൾക്ക് സമാധാനക്കേട് കൊടുത്തിട്ട് അവർക്ക് ആ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങും. എല്ലാ പ്രശ്നങ്ങളും ഒരു വീട്ടിലുണ്ടാക്കി കഴിഞ്ഞിട്ട് ഭർത്താവിനെ വിഷമിപ്പിച്ചതിന് ശേഷം ഭാര്യയ്ക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും, ഭാര്യയെ വിഷമിപ്പിച്ചതിന് ശേഷം സുഖമായിട്ട് ഭർത്താവിന് ഉറങ്ങാൻ പറ്റും. ഇനി മകനെയും മരുമകളെയും അടി ഉണ്ടാക്കിയതിന് ശേഷം ആ അമ്മായിയമ്മ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ സന്തോഷമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഇതെല്ലാം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടെൻഡൻസിയുടെ പാർട്ടാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൽഫിഷ്നെസ്, ലാക്ക് ഓഫ് എംപതി, ഞാൻ എന്ന ഭാവം, ഗ്രാൻഡിയോസിറ്റി, മറ്റുള്ളവർ എന്ത് ഫീൽ ചെയ്യുന്നു അത് മാറ്റർ ചെയ്യുന്നില്ല. ഞാൻ 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 ആ ഒരു ഞാൻ എന്നുള്ള പദപ്രയോഗത്തിന്റെ ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രസ് സ്വയമല്ല മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടായി മറ്റുള്ളവർ കാരണം സഹിക്കാൻ പറ്റാണ്ട് നാട് വിടണം എന്ന് വരെ ആലോചിക്കുന്ന അവസ്ഥയാണ് ഈ നാർസിസിസ്റ്റിക് ടെൻഡൻസി. ഇതിൽ പല കാറ്റഗറി ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് ഒരു മെലവലൻ നാർസ്. നമ്മൾ തമാശക്കൊക്കെ പറയില്ലേ നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഓം ഹ്രീം കുട്ടിച്ചട്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജോലി എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയാൻ നോക്കുന്ന റിലേറ്റീവ്സ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ എന്താ പറയുക ഈ ആൻറ്റി സോഷ്യൽ നാർസിസിസ്റ്റിക് ട്രേറ്റ്സ് കൊണ്ടായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് എക്സ്പ്ലനേഷൻ. ഇത്തരം എക്സാമ്പിൾസും ഇത്തരം കാര്യങ്ങളും ഇത്തരം സ്പെസിഫിക് ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം മോർ ദാൻ ഹാപ്പി ടു എക്സ്പ്ലെയിൻ സച്ച് തിങ്സ് ടു യു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവയർനെസ് ജനറേഷൻ ഉണ്ടാവുന്നത്. എല്ലാവരും നാർസിസിസ്റ്റിക് അല്ല, ചീത്ത ആൾക്കാരും ഉണ്ട്, സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ ഈ ലോകത്തിൽ എല്ലാവരും നാർസിസിസ്റ്റിക് അല്ല. പക്ഷെ ചിലവർക്കെങ്കിലും ഇതിൻ്റെ അർത്ഥവും ഇതിൻ്റെ എക്സ്പീരിയൻസും ഇതിൻ്റെ വ്യാപ്തി എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇത്തരം രസകരമായ ചോദ്യങ്ങളും സംശയങ്ങളും ക്ലിനിക്കൽ അവയർനെസ്സും അറിയുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾക്ക് ഈ പേജ് സമീപിക്കാം. ഫ്രീ ആയിട്ട് പല പല കാര്യങ്ങളും പല പല ഇൻഫർമേഷനും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നേടാം. ബേസിക് ആയിട്ടുള്ള സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എന്ത് വേണമെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും സാധാരണ ആളുകൾക്കാണെങ്കിലും ഈ പേജ് അപ്രോച്ച് ചെയ്യാം. ഡോക്ടർ ഗായത്രി മേനൻ, ഡോക്ടർ ഗായത്രീസ് വെൽനസ് ഡേയ്സ്. സോ ഇന്നത്തേക്ക് നമസ്കാരം, വന്ദനം, ടാറ്റാ. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള റിലേറ്റീവ്സിനെയും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ഡൗട്ട് ചോദിച്ചിട്ട് ഒരു ക്വറി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നാർസിസിസം എന്ന് പറയുന്ന വേർഡ് വളരെ ലൂസ്ലി യൂസ്ഡ് ആയതുകൊണ്ട് ഈ വേർഡ് കൊണ്ട് ശരിക്കും നമുക്കുണ്ടാവുന്ന പ്രയോജനം എന്താണ് എന്നും ആണ് ആ വ്യക്തിയുടെ ചോദ്യത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞു കൊടുക്കല്ലേടോ, ഒച്ച ഉണ്ടാക്കല്ലേ, എൻ്റെ കിളികളാണ് കേട്ടോ. അപ്പോൾ നാർസിസിസം എന്നുള്ള വാക്ക് നമ്മൾ ക്ലിനിഷ്യൻസ് തമ്മിൽ ഡോക്ടേഴ്സ് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു ഡയഗ്നോസിസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പല